Morning students. Today we are doing a lesson which is meant for listening by you. You have to listen the lesson. It is a story. This story is entitled The Night Train at Deoli. The Night Train at Deoli by RUSKIN. I hope you might have studied any of these stories anywhere in your higher secondary classes. ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ റസ്കിൻ ബോണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സിൽ ഹൈസ്കൂളിൽ പ്രത്യേകിച്ചും SLC ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹീസ് എ ഫേമസ് ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ, ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹീസ് എ ഫേമസ് ഓർ വെൽ നോൺ ലിവിങ് ഇൻഡോ ആംഗ്ലിയൻ, നോട്ട് ആംഗ്ലോ ഇന്ത്യൻ. ആംഗ്ലോ ഇന്ത്യൻ അല്ല, ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി പേരൻസ് വിൽ ബി ഇംഗ്ലീഷ് മാൻ ഓർ ഇംഗ്ലീഷ് വുമൺ. പേരൻസിൽ ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷുകാരനോ ഇംഗ്ലീഷുകാരിയോ എന്നാണ് ആംഗ്ലോ ഇന്ത്യൻ. ദിസ് ഈസ് ഇൻഡോ ആംഗ്ലിയൻ. ഇൻഡോ ആംഗ്ലിയൻ മീൻസ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് കോൾഡ് ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ. ഹി ഈസ് എ വെരി വെൽ നോൺ prolific ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ. റസ്കിൻ ബോണ്ട്, the Indian writer in English language, a British descent. He was a British descent and he is a prolific author of children's books. He was very fond of writing children's books. കുട്ടികളുടെ കഥ എഴുതുന്നതിലായിരുന്നു അദ്ദേഹം പ്രശസ്തനായിരുന്നത്. റസ്കിൻ ബോണ്ട്, he was born on May 19th, 1934 in an Ruskin Bond, when was he born? He was born on May 19th, 1934. He is an Indian author of British descent, as I have told you just now. Indian author of British descent, British വംശജനായിരുന്നു അദ്ദേഹം. He now lives in India, lives with his adopted family in Mussoorie in Uttarakhand. Mussoorie near Dehradun in India. ഇന്ത്യയിൽ അദ്ദേഹം ഒരു ദത്തെടുത്ത ഒരു കുടുംബത്തിലാണ്. He was never married. So he lives in an adopted family in Mussoorie. അറിയാമല്ലോ, IAS IPS ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ, it is having very cold, pleasant climate. വളരെ സന്തോഷകരമായ കോൾഡ് ക്ലൈമറ്റാണ് അവിടെ. ഇറ്റ് ഈസ് എ ഹണിമൂൺ പ്ലേസ് Mussoorie. വളരെ മനോഹരമായ പ്രദേശമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ വാലീസാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഡാർജിലിംഗ് ഉണ്ട്, നൈനിറ്റാൾ, പിന്നെ പുണ്യപുരാതന സ്ഥലങ്ങളായ കേദർനാഥ്, ബദ്രിനാഥ്, ഇതെല്ലാം ഉത്തരാഖണ്ഡിൽപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഈ പുണ്യസ്ഥലങ്ങളല്ല. അങ്ങനെ ഹിമാലയ പർവ്വത സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ഉത്തരാഖണ്ഡ്. അവിടെ മസൂറിയിൽ അദ്ദേഹം ഒരു അഡോപ്റ്റഡ് ഫാമിലിയിൽ, ദത്തെടുത്ത ഒരു കുടുംബത്തിൽ താമസിക്കുന്നു. Ruskin Bond was born to Edith Clark. His father was Edith Clark and Aubrey Alexander. His mother was Aubrey Alexander in Kasauli, Punjab. He was born in Kasauli, Punjab. His father taught English to the princess of Jamnagar Palace. His father acted as a tutor to the princess of Jamnagar Palace, and Ruskin and his sister Ellen lived in the palace until he was 6. റസ്കിൻ ബോണ്ടിന് 6 വയസ്സാകുന്നവരെ റസ്കിൻ ബോണ്ടും സഹോദരി എല്ലനും ആ പാലസിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞു മദർ സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ഫാദർ ആൻഡ് ഷീ മാരീഡ് എ പഞ്ചാബി ഹിന്ദു നെയ്മഡ് ഹരി എന്നു പേരുള്ള ഒരു പഞ്ചാബി ഹിന്ദുവിനെ വിവാഹം കഴിച്ചു. ബട്ട് ഹിസ് ഫാദർ റിമെയിൻഡ് അൺമാരീഡ്. ഹിസ് ഫാദർ അറേഞ്ച്ഡ് റസ്കിൻ ടു ബി ബ്രോട്ട് ടു ന്യൂ ഡൽഹി വെൻ ഹി വാസ് പോസ്റ്റഡ് ദെയർ. അപ്പോൾ ഈ റസ്കിൻ ബോണ്ടിൻ്റെ ഫാദർ ഡൽഹിയിൽ ജോലിയിലായിരുന്നപ്പോൾ റസ്കിൻ ബോണ്ടിനെ അവിടെ കൊണ്ടുവന്നു, വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. ആൻഡ് വെൻ റസ്കിൻ വാസ് 10 years of age, when Ruskin Bond was 10 years old, his father died of malaria. പിന്നീട് റസ്കിൻ ബോണ്ടിൻ്റെ വിദ്യാഭ്യാസം സിംലയിലായിരുന്നു. എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സിംല. He had his schooling
He did his schooling from Bishop Cotton School, Simla, from where he graduated. He got his graduation, graduated in the year 1950. സിംലയിൽ നിന്നുമാണ് 1950 അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്തത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ ആണിപ്പോൾ ജീവിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ് അമ്മയുടെ സ്ഥലം, അമ്മൂമ്മയുടെ സ്ഥലവും ഗ്രാൻഡ് സ്ഥലവും ഉത്തരാഖണ്ഡായിരുന്നു. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലായ ഡെറാഡൂൺ ആയിരുന്നു. ഡെറാഡൂൺ, ദി ക്യാപിറ്റൽ ഓഫ് ഉത്തരാഖണ്ഡ് ഈസ് ഡെറാഡൂൺ, എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. മനോഹരമായ സ്ഥലമാണ് ഡെറാഡൂൺ. നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഫൈനൽ ഇയർ ബി എക്ക് പഠിക്കുന്നൊരു കുട്ടി ഹയർ സെക്കൻഡറി വരെ പഠിച്ചത് ഡെറാഡൂണിലാണ്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചാൽ വളരെ മനോഹരമായ പ്രദേശമാണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്, എന്തുകൊണ്ടും പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് ഡെറാഡൂൺ ആണെന്നാണ് ഐ ഗോട്ട് ദ റിപ്പോർട്ട് ഫ്രം ഹിയർ. ഇപ്പോൾ ഭാവിയിലും നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകാം, പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാകുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജോലി സംബന്ധമായ ആവശ്യത്തിനോ ടൂറിനോ ആസ് എ ടൂർ യു ക്യാൻ ഗോ ദെയർ. അവിടെ പോകാം. അതിനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റഡി ബെറ്റർ, യു ഷുഡ് മേക്ക് യൂസ് ഓഫ് യുവർ പ്രഷ്യസ് ടൈം ഇൻ എ ബെറ്റർ വേ. ഈ വിലപ്പെട്ട സമയം യു ഷുഡ് മേക്ക് ഫുൾ യൂസ് ഓഫ് ദിസ് പ്രഷ്യസ് ടൈം ഇൻ എ ബെറ്റർ വേ. നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിലേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഈ റസ്കിൻ ബോണ്ടിൻ്റെ, ഇപ്പോൾ റസ്കിൻ ബോണ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനിപ്പോൾ ഐ ഗേവ് ഹിം എ ലൈവ് സ്കെച്ച്, ഐ ഗേവ് യു ലൈവ് സ്കെച്ച് ഓഫ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട്, the famous Indian writer in English. He is a British descent and he is a prolific author. Prolific means able, gifted. He is a prolific, gifted author of children's books. He received the Sahitya Academy Award in the year 1993. He has written over 500 short stories. His literary output is great. He has written over 500 short stories, essays and novellas. Novellas means short novels, brief novels. ചെറിയ നോവലുകൾക്കാണ് നോവല്ലാസ് എന്ന് പറയുന്നത്, നോവല്ലാസ്. He has also written novellas. The remarkable works of Ruskin Bond include Blue Umbrella, Flight of Pigeons, പ്രാവുകളുടെ പറക്കൽ, and Funny Side Up. The Night Train at Deoli, the lesson under our study. The story under our study is The Night Train at Deoli. Deoli is a station very close to Dehradun. ഡെറാഡൂണിനടുത്ത ഒരു പട്ടിക്കാട് സ്റ്റേഷനാണ് ഡിയോളി എന്ന് പറയുന്നത്. ഒരു വിജനമായ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഡിയോളി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് ലിസൺ ചെയ്യാനുള്ള ഷോർട്ട് സ്റ്റോറി ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദി ബുക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് സെറ്റ് ഇൻ ദി വാലീസ് ഓഫ് ഉത്തരാഖണ്ഡ്. It is set in the valleys of Uttarakhand, of which Dehradun is the capital city. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഹിമാലയൻ പർവ്വതസാനുക്കളുടെ താഴെയുള്ള സംസ്ഥാനം, ഉത്തരാഖണ്ഡ് സംസ്ഥാനം. അതിൻ്റെ വാലീസിൽ സംഭവിച്ച ചില കാര്യങ്ങളായിട്ടാണ് ഇതിലെ ഷോർട്ട് സ്റ്റോറീസിനെ അവതരിപ്പിക്കുന്നത്. വിച്ച് ഈസ് ദി കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി. The stories in the collection are warm, intimate portraits. The stories in the collection Night Train at Deoli the stories are quite warm, intimate portraits of life in the Himalayan foothills. They portray or they depict or they show warm, intimate portraits. Very warm, ഊഷ്മളമായ, intimate, ദൃഢബദ്ധമായ, ആത്മാർത്ഥമായ ചിത്രങ്ങൾ, പോർട്രേറ്റ്സ് ഓഫ് ലൈഫ് ഇൻ ദി ഹിമാലയൻ ഫുഡ് ഹിൽസ് ഓർ വാലീസ്. ഹിമാലയൻ താഴ്വാരങ്ങളുടെ ഊഷ്മളമായ ജീവിത ചിത്രങ്ങളാണ് ഈ കളക്ഷനിലെ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി എന്ന് പറയുന്ന കളക്ഷനിൽ അവതരിപ്പിക്കുന്നത്. സോ ദി സ്റ്റോറി ബിഗിൻസ്. പ്ലീസ് ലിസൺ ടു ദി സ്റ്റോറി. ഇറ്റ് ഈസ് എ ടച്ചിങ് സ്റ്റോറി. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മൂവിങ് സ്റ്റോറി. ഹൃദയസ്പർശിയായ ഒരു കഥയാണ്.
movie story of teenagers. We can say so. So the story begins. Listen. When I was at college, I used to spend my summer vacations at Dera, at my grandmother's place. I would leave the plains early in May and return late in July. Deoli was a small station about 30 miles from Dera. It marked the beginnings of heavy jungles of the Indian terrain. When I was at college. So the narrator is the author himself. കഥ പറയുന്നയാൾ നമ്മുടെ ഓതർ തന്നെയാണ്. When I was at college, when I was studying at college in Delhi, ഡൽഹിയിൽ പഠിക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്. When I was at college, I would spend my summer vacations at Dera, at my grandmother's place, at my grandmother's house. ഡൽഹിയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സമ്മർ വെക്കേഷൻസ് ഞാൻ ചെലവഴിച്ചിരുന്നത് എൻ്റെ മുത്തശ്ശിയുടെ സ്ഥലത്താണ്, എൻ്റെ മുത്തശ്ശിയുടെ ഭവനത്തിലായിരുന്നു. I would leave the plains means Delhi plains. I would leave the plains early in May and return late in July. ഞാൻ സാധാരണയായിട്ട് സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന മെയ്യിൽ തന്നെ മെയ്യിൽ വളരെ നേരത്തെ മറ്റു കുട്ടികൾ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ യാത്ര പുറപ്പെടുമായിരുന്നു. ആൻഡ് റിട്ടേൺ ലേറ്റ് ഇൻ ജൂലൈ. വളരെ വൈകി മാത്രമേ ഞാൻ ജൂലൈ മാസത്തിൽ വളരെ വൈകി ഏതാണ്ട് ക്ലാസ് തുടങ്ങുന്ന ആ സമയത്ത് മാത്രമേ ഡൽഹിയിലേക്ക് ഞാൻ മടങ്ങി വരുമായിരുന്നുള്ളൂ. Deoli was a small station about 30 miles from Dera. ഡെറാഡൂണിൽ നിന്നും 30 മൈൽ അകലെ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമീണ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഡിയോളി. Deoli was a small station about 30 miles from Dehradun. It marked the beginnings of the heavy jungles of the Indian terrain. ആ ഡിയോളി കഴിഞ്ഞാൽ ഡിയോളി ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുകയായി വനപ്രദേശം, ഹിമാലയ പർവ്വത സാനുക്കളുള്ള വനപ്രദേശം തുടങ്ങുന്നത് ഡിയോളി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമായിരുന്നു. അവിടെ നിന്നൊരു പാതയുണ്ട്. ആ പാത കടന്നു പോകുന്നത് ജംഗിളിലൂടെയായിരുന്നു. ട്രെയിൻ കടന്ന് ഡെറാഡൂണിലേക്ക് പോകുന്നതും ഈ കാട്ടുപ്രദേശങ്ങളിലൂടെയായിരുന്നു. അത്ര വിജനമായ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഡിയോളി. The train would reach Deoli at about 5 in the morning, when the station would dimly lit with electric bulbs and oil lamps, and the jungle across the railway tracks would just be visible in the faint light of the dawn. Deoli had only one platform, an office for the station master, and a waiting room. See, the train would reach Deoli. The train commencing from Delhi would reach Deoli at about 5 in the morning. വെളുപ്പാങ്കാലത്ത് നല്ല എല്ലുകളെ പോലും മരവിപ്പിക്കുന്ന, അസ്ഥികളെ പോലും മരവിപ്പിക്കുന്ന തണുപ്പുള്ള ആ വെളുപ്പാങ്കാലത്ത് 5 മണിക്കാണ് സാധാരണ ഡിയോളി സ്റ്റേഷനിൽ എത്തിച്ചേരാറുള്ളത്. When the station would be dimly lit with electric bulbs and oil lamps. ആ സ്റ്റേഷനിൽ കുറച്ച് ഇലക്ട്രിക് ബൾബ്സിൻ്റെ വെളിച്ചമുണ്ട്, പിന്നെ ഓയിൽ ലാംപ്സ്, ചില കച്ചവടക്കാരുടെ അവിടെ ഇവിടെയുള്ള ചായ കച്ചവടം, മുറുക്കാൻ കച്ചവടം, അങ്ങനെയുള്ള കച്ചവടക്കാരുടെ ഓയിൽ ലാംപ്സ്, മണ്ണെണ്ണ വിളക്കുകളും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഓയിൽ ലാംപ്സ് വുഡ് ബ്രൈറ്റൻ അപ്പ് ദി സ്റ്റേഷൻ. The train would reach Deoli at about 5 in the morning, when the station would dimly lit with electric bulbs and oil lamps, and the jungle across the railway tracks would just be visible in the faint light of dawn. Dawn means the time of rising sun. ഉദയ സമയം, പ്രഭാതത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യോദയ സമയത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അങ്ങ് നോക്കത്ത ദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന കൊടും വനപ്രദേശം കാണാൻ കഴിയുമായിരുന്നു. ഡിയോളി ഹാഡ് വൺ പ്ലാറ്റ്ഫോം. നമ്മുടെ പുസ്തകത്തിലെ ലോൺ പ്ലാറ്റ്ഫോം എന്നാണ്, അത് പ്രിൻറ്റേഴ്സ് ഡെവലാണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. വൺ പ്ലാറ്റ്ഫോമാണ് ശരി, നോട്ട് ലോൺ പ്ലാറ്റ്ഫോം. ഡിയോളി ഹാഡ് ഓൺലി വൺ പ്ലാറ്റ്ഫോം, ആൻ ഓഫീസ് ഫോർ ദി സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർക്കുള്ള ഒരൊറ്റ ഓഫീസ്,
ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ കിടക്കില്ലേ പ്ലാറ്റ്ഫോംസ്. പക്ഷേ ഡിയോളി റെയിൽവേ സ്റ്റേഷൻ, ദി വില്ലേജ് റെയിൽവേ സ്റ്റേഷൻ had only one platform, an office for the station master and a waiting room for the passengers. There was a clock room or waiting room for the passengers to sit in. യാത്രക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരു വെയിറ്റിംഗ് റൂം, ക്ലോക്ക് റൂമും ഉണ്ടായിരുന്നു. ഈ ഫെസിലിറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ. ദീസ് were the only facilities available at the small Deoli railway station. At which time would the train would reach Deoli? 5 in the early morning, 5 a.m. in the morning. Platform boasted a tea stall, a fruit vendor, and a few stray dogs. Not much else, because the train stopped there only for 10 minutes before rushing on into the forest. Why it stopped at Deoli? I don't know. Nothing ever happened there. Nobody got off the train and nobody got in. There were no coolies on the platform, but the train would halt there a full 10 minutes, and then a bell would sound. The god would blow his whistle, and presently Deoli would be left behind and forgotten. The platform boasted. The platform could boast. The platform had only a tea stall and a fruit vendor. There was a tea stall, ഒരു ചെറിയൊരു പീടിക, ചായക്കട, and a fruit vendor. Vendor means one who sells things on wayside. വഴിയോര വിൽപ്പനക്കാരനെയാണ് വെൻഡർ എന്ന് പറയുന്നത്. വെൻഡർ സെല്ലർ. എ ഫ്രൂട്ട് വെൻഡർ, ഫ്രൂട്ട് സെല്ലർ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം ദി ഓയിൽ ലാംപ്സ് വുഡ് ലിറ്റ്. അവിടെ നിന്നായിരിക്കണം ദി ലൈറ്റ് ഓഫ് ദി ഓയിൽ ലാംപ്സ് വുഡ് കം ഔട്ട്, ഈ ദീപങ്ങളുടെ വെളിച്ചം വരുന്നത്. സോ ദി പ്ലാറ്റ്ഫോം ബോസ്റ്റഡ്. അതിന് പ്ലാറ്റ്ഫോമിന് പൊങ്ങച്ചം പറയാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് എ ടീ സ്റ്റോൾ ആൻഡ് എ ഫ്രൂട്ട് വെൻഡർ ആൻഡ് നത്തിങ് എൽസ്, ബിക്കോസ് ആൻഡ് സ്ട്രേ ഡോഗ്സ്, ഓഫ് കോഴ്സ്, സ്ട്രേ വാണ്ടറിങ് ഡോഗ്സ്, അലിഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് പട്ടികൾ. ആൻഡ് നോട്ട് മച്ച് എൽസ്, ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്പ്ഡ് ദെയർ ഓൺലി ഫോർ 10 minutes. The night train from Delhi stopped there only for 10 minutes before rushing on to the forest. The train would stop there only for 10 minutes before rushing on to the forest. ഡിയോളിക്ക് അപ്പുറത്തുള്ള കാട്ടുപ്രദേശങ്ങളിലേക്ക് ചീറി കൂകി പായുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ട്രെയിൻ അവിടെ നിൽക്കുമായിരുന്നു, അത്രമാത്രം. അതുകൊണ്ടാണ് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ചായപ്പീടിക, പിന്നെ ഒരു പഴക്കച്ചവടക്കാരൻ. അവിടെ അങ്ങ് ആരും ഇറങ്ങുമായിരുന്നില്ല. പാസഞ്ചേഴ്സ് അവിടെ നിന്ന് ഡെറാഡൂണിലോ മറ്റും പോകുവാനായിട്ട് കയറിയും ഉണ്ടാകുമായിരുന്നില്ല. Why it stopped at Deoli? It was a matter of wonder for me. Why the night train stopped at Deoli? I don't know. Nothing ever happened there. Nothing ever happened at Deoli. Nobody got off the train and nobody got in. ആരും അവിടെ ഇറങ്ങുമായിരുന്നില്ല. പാസഞ്ചേഴ്സ് ആരും തന്നെ അവിടെ ഒന്നും കയറുമായിരുന്നില്ല. There were no coolies on the platform. ചുമട് ചുമക്കാനായിട്ട് കൂലീസും അവിടെയും ഉണ്ടായിരുന്നില്ല. But the train would halt there a full 10 minutes. The train would stop there for full 10 minutes. ഒരു 10 മിനിറ്റ് പൂർണ്ണമായും ട്രെയിൻ അവിടെ നിൽക്കുമായിരുന്നു. But the train would halt there a full 10 minutes, and then the bell would sound. The god would blow his whistle. ബെല്ല് മുഴങ്ങും. The railway god would blow his whistle, and presently Deoli would be left behind and forgotten. വളരെ പെട്ടെന്ന് ട്രെയിൻ ചീറിപ്പായുന്നു, കൂകിപ്പായുന്നു. ഡിയോളി വുഡ് ബി ലെഫ്റ്റ് ബിഹൈൻഡ്. കാനന പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ ഡിയോളി വുഡ് ബി ലെഫ്റ്റ് ബിഹൈൻഡ് ആൻഡ് ഫോർഗോട്ടൻ. ഡിയോളി എന്ന് പറയുന്ന പട്ടിക്കാട് സ്റ്റേഷനെ എല്ലാവരും മറക്കുന്നു. I used to wonder what happened at Deoli. In Deoli behind the station walls. I always felt sorry for the lonely little platform and for the place nobody wanted to visit. I decided that one day I would get off the train and spend the day there
just to please the town. I used to wonder what happened in Deoli. I used to get doubts about what happened in Deoli. ഈ ഡിയോളി എന്ന് പറയുന്ന സ്ഥലം എന്താണ്, എന്താ അവിടെ സംഭവിക്കുന്നത്? What is the lifestyle going on there? How much population lives there? See, what amount of life abounds there? എത്രമാത്രം ജീവിതങ്ങളുണ്ട്, അവിടുത്തെ പോപ്പുലേഷൻ എന്താണ് അവിടുത്തെ ജീവിത രീതി? സോ ദീസ് തിങ്സ് വർ എ മിസ്റ്ററി ഫോർ മീ. ഇതെല്ലാം എനിക്ക് നിഗൂഢമായിരുന്നു, ദുരൂഹതയായിരുന്നു. ഐ ഓൾവേസ് ഫെൽറ്റ് സോറി ഫോർ ദ ലോൺലി ലിറ്റിൽ പ്ലാറ്റ്ഫോം. ആ ആളൊഴിഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ നിന്ന് എനിക്ക് എപ്പോഴും വല്ലാത്ത ദുഃഖമായിരുന്നു, സങ്കടമായിരുന്നു. ഐ ഓൾവേസ് ഫെൽറ്റ് സോറി ഫോർ ദാറ്റ് ലോൺലി ലിറ്റിൽ പ്ലാറ്റ്ഫോം ആൻഡ് ഫോർ ദി പ്ലേസ് നോബഡി വാണ്ടഡ് ടു വിസിറ്റ്. ആരും സന്ദർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഡിയോളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, അതിനോട് എനിക്ക് ഒരുപാട് സിമ്പതി ഉണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു. ഐ ഡിസൈഡഡ് ദാറ്റ് വൺ ഡേ ഐ വുഡ് ഗെറ്റ് ഓഫ് ദി ട്രെയിൻ ആൻഡ് സ്പെൻഡ് ദി ഡേ ദെയർ ജസ്റ്റ് ടു പ്ലീസ് ദി ടൗൺ. ഇനി അടുത്ത വെക്കേഷനെങ്കിലും വരുമ്പോൾ ഞാൻ ഈ 5 മണി സമയത്ത് ഡിയോളിയിൽ ഇറങ്ങും. അന്ന് പകൽ മുഴുവനും ഞാൻ ഡിയോളി ചെലവഴിക്കും, ജസ്റ്റ് ഫോർ പ്ലീസിങ് ദി ടൗൺ. ഒരു VIP ആ കൊച്ചു ഗ്രാമത്തിൽ ഇറങ്ങി കറങ്ങി നടക്കുന്ന ആ ഒരു സുഖം നഗരത്തിന് ആ ചെറിയ ഗ്രാമത്തിന്, ആ ചെറിയ പട്ടണത്തിന് ലഭിക്കട്ടെ. അതിനു വേണ്ടി മാത്രം ഒരു ദിവസം ഞാനിവിടെ വന്നിറങ്ങും, എന്നിട്ട് ആ പകൽ മുഴുവനും ഞാനവിടെ കറങ്ങും. സോ ഇറ്റ് വാസ് ഹിസ് ഡിസിഷൻ. ഹി ഡിസൈഡഡ് just to please the town. He would just elate there and spend the whole day there. പകൽ മുഴുവനും അവിടെ ചെലവഴിക്കും. I was 18, visiting my grandmother, and the night train stopped at Deoli. A girl came down the platform selling baskets. I was 18. I was a youth, visiting my grandmother, and the night train usually, as usual, the night train stopped at Deoli. എനിക്ക് 18 വയസ്സാണ്. ഞാൻ എല്ലാ സമ്മർ വെക്കേഷനും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത്, ഡെറാഡൂണിലുള്ള എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോകും. ഞാൻ അങ്ങനെ പോവുകയായിരുന്നു. അപ്പം അതുപോലെ നൈറ്റ് ട്രെയിൻ രാവിലെ 5 മണിക്ക് ഡിയോളിയിൽ വന്നു നിന്നു. ദെൻ എ ഗേൾ കെയിം ഡൗൺ ദി പ്ലാറ്റ്ഫോം സെല്ലിങ് ബാസ്ക്കറ്റ്സ്. ചോറിലുകൊണ്ട് നിർമ്മിച്ച കൂടകൾ വിൽക്കാനായി ഒരു പെൺകുട്ടി ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. പ്രായത്തിൻ്റെ കൗതുകം കൊണ്ട് ഞാനൊന്ന് നോക്കിയ പെൺകുട്ടി. Just because of my age, I was 18, you think. I looked at the girl. ഞാൻ ആ പെൺകുട്ടിയെ നോക്കി. See, it was a cold morning and the girl had a shawl thrown across her shoulders. Her feet were bare and her clothes were old, but she was a young girl, walking gracefully and with a dignity. I looked at the girl. ഞാൻ ആ പെൺകുട്ടിയെ നോക്കി. It was a cold morning. It was a bitterly cold morning. As I told you earlier, നമ്മുടെ അസ്ഥികളെ പോലും മരവിപ്പിക്കുന്ന തണുപ്പ് നിറഞ്ഞ പ്രഭാതമായിരുന്നു അത്. It was very cold morning. And the girl had a shawl thrown across her shoulders. In order to protect herself from the cold outside, she had thrown a shawl around her shoulders. ഒരു ഷോൾ ഷോൾഡേഴ്സിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. Her feet were bare. He was not able to afford ചപ്പൽസ്. ചെരുപ്പ് വാങ്ങി ധരിക്കാൻ പറ്റിയ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. ഹെർ ഫീറ്റ് വെർ ബെയർ ഫീറ്റ് ആയിരുന്നു അവളുടേത്, നഗ്നപാതയായിരുന്നു അവൾ. ഹെർ ഫീറ്റ് വെർ ബെയർ ആൻഡ് ഹെർ ക്ലോത്ത്സ് വെർ ഓൾഡ്. വേഷങ്ങളോ സൽവാറും ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലേ, പഴയതായിരുന്നു. ഇറ്റ് വാസ് ആൻ ഓൾഡ് ഡ്രസ് ഷി വാസ് വെയറിങ്. ആൻഡ് ഷി വാസ് എ യങ് ഗേൾ. നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി വരുന്നവൾ. വാക്കിംഗ് ഗ്രേസ്ഫുള്ളി ആൻഡ് ഡിഗ്നിറ്റി. ബാസ്ക്കറ്റ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ ഷി വാസ് വാക്കിംഗ് ഗ്രേസ്ഫുള്ളി ആൻഡ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടു കൂടിയ ജോലി ചെയ്യുകയായിരുന്നു. ഷി വാസ് സെല്ലിങ് ദി ബാസ്ക്കറ്റ്സ്. ഷി വാസ് ഡൂയിങ് ഹെർ ജോബ്. ഷി വാസ് ഡൂയിങ് ഹെർ വർക്ക് ഇൻ എ ഡിഗ്നിഫൈഡ് വേ വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടു കൂടി അവൾ ജോലി ചെയ്യുകയായിരുന്നു. ഷി വാസ് വാക്കിംഗ് ഗ്രേസ്ഫുള്ളി. ഷി വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. He came to my window. She saw that I was looking at her intently, and
that she pretended not to notice. She had a pale skin set off by shiny black hair and dark troubled eyes, and then those eyes searching and eloquent met mine. She stood by my window for some time and neither of us said anything. But when she moved on, I found myself leaving my seat and going to the window door and stood waiting in the platform, looking the other way. I walked across his tea stall. A kettle was boiling. A kettle was boiling on the small fire, but the owner of the tea stall was very busy serving somewhere on the tray. The girl followed me behind the stall. When she came to my window, she then saw that I was looking at her intently. With a real curiosity and affection, I was looking at her. അവൾ എൻ്റെ ജനമാതത്തിൽ വന്നു. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കരി വന്നപ്പോൾ ഐ വാസ് ലുക്കിംഗ് ഇൻറ്റൻറ്റ്ലി അറ്റ് ഹെർ. ഞാൻ അവളെ സൂക്ഷ്മമായി തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഷീ ഫൗണ്ട് ദാറ്റ് ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹെർ ഇൻറ്റൻറ്റ്ലി ആൻഡ് ദാറ്റ് ഷീ പ്രിറ്റൻഡഡ് നോട്ട് ടു നോട്ടീസ്. അവൾ ആ നോട്ടം, ഞാൻ നോക്കുന്ന നോട്ടം കാണാതെ അവൾ നടിച്ചു. അവളങ്ങനെ കാണാതെ അവൾ അഭിനയിച്ചു മാറി. ബട്ട് ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹെർ. ഐ വാസ് ഈഗർലി അറ്റാച്ച്ഡ് ടു ഹെർ. എന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ. ചില ഫിലിംസിലപ്പം മയിൽപീലിക്കാവ് അല്ലെങ്കിൽ ധീര എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള ആ മുജ്ജന്മ ബന്ധം പോലെ എന്തോ ഒന്ന്. സംതിങ് അട്രാക്റ്റഡ് മീ. സംതിങ് ഇൻ ഹെർ റിയലി അട്രാക്റ്റഡ് മീ. അവൾ എന്തോ ഒന്ന് എന്നെ ആകർഷിച്ചു. ഞാൻ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. പാവം മുഷിഞ്ഞ ഡ്രസ്സ്, പക്ഷേ കണ്ണുകളുടെ തീഷ്ണത, അവളുടെ അപാരമായ സൗന്ദര്യം. I was looking at her and she pretended not to notice. She had a pale skin set off by shiny black hair. എണ്ണയൊക്കെ തേച്ചതായിരിക്കും. She had a shiny black hair and a dark troubled eyes. Dark eyes, but there was trouble radiating on her eyes. എന്തോ ഒരു വിഷമം, എന്തോ ഒരു ബുദ്ധിമുട്ട് അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വെളുപ്പാങ്കാലത്ത്, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് അവൾ ബാസ്ക്കറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. അതും ഈ വിജനമായ സ്റ്റേഷനിൽ ആര് വാങ്ങാനാണ് ഈ ബാസ്ക്കറ്റുകൾ, ചൂരൽ ബാസ്ക്കറ്റുകൾ. ആൻഡ് ദെൻ ദോസ് ഐസ് സെർച്ചിങ് ആൻഡ് എലോക്കൻ്റ് മെറ്റ് മൈൻ. കുറേ കഴിഞ്ഞ ആ കണ്ണുകൾ, ആ പരുതുന്ന കണ്ണുകൾ അവൾ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കുറേ കഴിഞ്ഞിട്ട് ദി സെർച്ചിങ് ഐസ് വർ എലോക്കൻറ്റ്. ആ തിരയുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ വാചാലമായിരുന്നു. ഷി വാസ് സ്പീക്കിംഗ് മെനി തിങ്സ് ത്രൂ ഹെർ ഐസ്. ആ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നോട്. ദോസ് ഐസ് വർ വെരി എലോക്കൻറ്റ് മെറ്റ് മൈൻ. ഷീ സ്റ്റുഡ് ബൈ മൈ വിൻഡോ. ഷീ സ്റ്റുഡ് നിയർ മൈ വിൻഡോ ഫോർ സം ടൈം ആൻഡ് നെയ്തർ ഓഫ് us said anything. ഞാനും ഒന്നും പറഞ്ഞില്ല. സംതിങ് ഹാഡ് ഹാപ്പൻ ടു മൈ ത്രോട്ട്. എന്തോ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അരക്കിട്ടങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവരെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് അവളോട്, എന്തൊക്കെയോ ആവശ്യപ്പെടണമെന്നുണ്ട്. പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. നത്തിങ് കെയിം ഔട്ട് ഫ്രം മൈ ത്രോട്ട്. സംതിങ് ഹാഡ് ബ്ലോക്ക്ഡ് മൈ ത്രോട്ട്. എന്തോ എൻ്റെ ത്രോട്ടിനെ ബ്ലോക്ക് ചെയ്തു. ഒന്നും വരുന്നില്ല. നെയ്തർ ഓഫ് us, ഞങ്ങൾ ആരും തന്നെ said nothing. But when she moved on, I found myself leaving my seat and going to the door, carriage door, train door, and stood waiting on the platform, looking at the other way. എന്തോ അവൾ നീങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന്, ഞാൻ അറിയാതെ തന്നെ ഐ സ്റ്റുഡ് ഫ്രം മൈ സീറ്റ് ആൻഡ് ഐ ജംപ്ഡ് ഇൻ ടു ദി പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിയാടി. ഐ വാസ് ലുക്കിംഗ് ദി അതർ വേ. അവൾ പോയിടത്തേക്കല്ല നോക്കുന്നത്, ഞാൻ വേറൊരു ഭാഗത്തേക്ക് ഞാൻ നോക്കി നിന്നു. ഐ വാസ് ലുക്കിംഗ് ദി അതർ വേ. ഐ വാക്ക്ഡ് അക്രോസ് ദി ടീ സ്റ്റോൾ. ഞാൻ മെല്ലെ, ചായ കഴിക്കാൻ വേണ്ടിയിട്ടില്ല, അവളെ എവിടെ കാണുമോ, അടുത്ത് കാണും, എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ. അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയാത്തതെന്ന് അറിയില്ല. സി സംതിങ് ഈസ് ബ്ലോക്കിംഗ് മീ.
എന്നിരുന്നാലും അവിടെ എവിടെയെങ്കിലും കാണുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഐ വാസ് വാക്കിംഗ് ടുവേഴ്സ് ദി ടീ സ്റ്റോൾ. അവിടെയുള്ള ടീ സ്റ്റോളിനടുത്തേക്ക് ഞാൻ പോയി. എ കെറ്റിൽ വാസ് ബോയിലിംഗ് ഓൺ എ സ്മോൾ ഫയർ. അവിടെ ചെറിയ വിറകടുപ്പിന് മുകളിൽ ഒരു കെറ്റിൽ, ചായപാത്രം, അതിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. എ കെറ്റിൽ വാസ് ബോയിലിംഗ് ഓവർ ഓൺ എ സ്മോൾ ഫയർ. ബട്ട് ദി ഓണർ ഓഫ് ദി ടീ സ്റ്റോൾ വാസ് ബിസി സെർവിങ് ടു സംവെയർ ഓൺ ദി ട്രെയിൻ. ഓണർ അവിടെ ഉണ്ടായിരുന്നില്ല. ഹി വാസ് വെരി ബിസി സെർവിങ് ടീ സംവെയർ ഓൺ ദി ട്രെയിൻ. ചായ എന്ന് വിളിച്ച് അയാൾ ട്രെയിനിൽ ആ ചായ വിൽപ്പനയുടെ അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ദി ഗേൾ ഫോളോഡ് മീ ബിഹൈൻഡ് ദി സ്റ്റോൾ. ഞാൻ ടീ സ്റ്റാളിലേക്ക് പോയപ്പോൾ ആ പെൺകുട്ടി എൻ്റെ പുറകെ വന്നു. ഷീ ഫോളോഡ് മീ. ദി ഗേൾ ഫോളോഡ് മീ ബിഹൈൻഡ് ദി സ്റ്റോൾ. ഡു യു വാണ്ട് ടു ബൈ എ ബാസ്ക്കറ്റ്? ഒരു ബാസ്ക്കറ്റ് വാങ്ങൂ, എൻ്റെ ഇന്നൊരു ബാസ്ക്കറ്റ് വാങ്ങൂ. ഡു യു വാണ്ട് ടു ബൈ എ ബാസ്ക്കറ്റ്? ഷീ ആസ്ഡ്. ദേ ആർ വെരി സ്ട്രോങ്. നല്ല ബാസ്ക്കറ്റാണ്, നല്ല ഉറപ്പുള്ളതാണ്, നല്ല കട്ടിയുള്ള ബാസ്ക്കറ്റാണ്. മെയ്ഡ് ഓഫ് ഫൈനസ്റ്റ് ഗെയിൻ, ഏറ്റവും നല്ല ചൂരിലുകൊണ്ട് നിർമ്മിച്ചതാണ്. പ്ലീസ് ഒരെണ്ണം വാങ്ങും എൻ്റെ ഇന്ന്, ഒന്നും വിറ്റില്ല. പ്ലീസ് ഒരു ബാസ്ക്കറ്റ് വാങ്ങൂ. നോ ഐ സെഡ്. എനിക്കെന്തിനാ ബാസ്ക്കറ്റ്? ഓ വേണ്ട, ഐ ഡോണ്ട് വാണ്ട് എ ബാസ്ക്കറ്റ്. എനിക്ക് ബാസ്ക്കറ്റിൻ്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് എ ബാസ്ക്കറ്റ്. വി സ്റ്റോഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഞാനും അവളും പരസ്പരം ഇങ്ങനെ നോക്കി നിന്നു. വി സ്റ്റോഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ ഫോർ സം ടൈം. കുറച്ച് നേരം, ആകെ 10 മിനിറ്റ് സമയമുള്ളൂ. ഇത് ട്രെയിൻ വുഡ് ഹാൾട്ട് ദർ ഓൺലി ഫോർ 10 full minutes. 10 മിനിറ്റ് അവിടെ നിൽക്കത്തുള്ളൂ. സോ വി ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങൾ പരസ്പരം നോക്കിയിരുന്നു. വി സ്റ്റോഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ ഫോർ വാട്ട് സീംഡ് എ വെരി ലോങ് ടൈം. 5 മിനിറ്റേ ആയുള്ളെങ്കിലും ഒരു യുഗം പോലെ തോന്നി. ദി പീരീഡ് ബിക്കെയിം വെരി മച്ച് ലൈക്ക് ആൻ ഏജ്. ഒരു യുഗം പോലെ തോന്നിയിട്ട് അപ്പിയർഡ് വെരി മച്ച് ലൈക്ക് ആൻ ഏജ്. ആ ഒരു കുറച്ച് സമയം, കുറച്ച് മിനിറ്റ് ഒരു യുഗം പോലെ തോന്നിയെന്ന് പറയുന്നത് സത്യമാണ്. ആൻഡ് ഷീ സെഡ്, ആർ യു ഷുവർ യു വുഡൻറ്റ് ബൈ എ ബാസ്ക്കറ്റ്? ആർ യു ഷുവർ യു ഡോണ്ട് വാണ്ട് എ ബാസ്ക്കറ്റ്? ഉറപ്പാണോ? ബാസ്ക്കറ്റ് വാങ്ങില്ലേ? ബാസ്ക്കറ്റ് വേണ്ടേ? ഓൾ റൈറ്റ്, ഗീവ് മീ വൺ. ഒരെണ്ണം ഇങ്ങനെ എടുത്തേരെ, ഒന്ന് തന്നേരെ. ഐ സെഡ്. ആൻഡ് ഐ ടുക്ക് ദി വൺ ഓൺ ടോപ്പ് ഓഫ് ദി ബണ്ടിൽ. ഐ ടുക്ക് വൺ ഓൺ ദി ടോപ്പ് ആൻഡ് ഗേവ് ഹെയർ എ റുപ്പി. ഐ ഹാഡിലി ഡെയറിങ് ടു ടച്ച് ഹെയർ ഫിംഗേഴ്സ്. ഞാൻ മുകളിൽ നിന്നൊരു ബാസ്ക്കറ്റ് എടുത്തു. ആൻഡ് ഗേവ് ഹെയർ എ റുപ്പി. ദി മണി, money for the basket. Hardly I gave the 1 rupee, hardly touching her fingers. അവളുടെ വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കരുതെന്ന് വിചാരിച്ച് ആ പൈസ ഞാൻ കൊടുത്തു. 1 രൂപ ഞാൻ കൊടുത്തു. As she was about to speak, എന്തോ അവൾ പറയാൻ ശ്രമിച്ചു. ചിലപ്പം ശുക്രിയ എന്നായിരിക്കും, നന്ദി എന്നായിരിക്കും പറയാൻ ശ്രമിച്ചത്. The god blew his whistle. She said something, but it was lost in the clanging of the bell and the hissing of the engine. പെട്ടെന്നായിരുന്നു എല്ലാം. സഡൻലി ഐ ഹാഡ് ടു റൺ ബാക്ക് ടു മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ദി കാരേജ് ഷഡ്ഡഡ് ആൻഡ് ജോൾട്ടഡ് എവേ ഫ്രം ദി റെയിൽവേ സ്റ്റേഷൻ. ഐ ഹാഡ് ടു റൺ ബാക്ക് ടു മൈ കമ്പാർട്ട്മെൻറ്റ്. ദി കാരേജ് ഷഡ്ഡഡ് ആൻഡ് ജോൾട്ടഡ്, ട്രംബിൾഡ് അലോങ് ദി ട്രാക്സ്. എനിക്ക് എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേരാൻ ഓടിപ്പോകേണ്ടി വന്നു. ഓടിപ്പോയപ്പോഴും ഞാൻ അവളെ തിരിഞ്ഞ് നോക്കി. അവളെപ്പോഴും അവിടെ തന്നെ നിർനിമേഷയായി എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. So I watched her at the platform and platform slipped away. I watched her at the platform which is slipped away. She was alone on the platform and she did not move, but she was looking at me. She was looking at me and smiling. I watched her until the signal box came in. And then the jungle hit the station, but I could still see her standing there alone. I watched her at the platform which slipped away. She was alone on the platform and she did not move, but she was looking at me and smiling. I watched her until the signal box came in the way, and then the jungle hit the station, but I could still see her standing there alone.
I was standing in the compartment and watching her at the railway station. ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി നിന്ന് അവളെ തന്നെ ഇങ്ങനെ നിർനിമേഷയായി നോക്കി നിൽക്കുകയായിരുന്നു. She was alone on the platform. There was nobody to accompany her. She was all alone on the platform. പ്ലാറ്റ്ഫോമിൽ അവൾ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. And she did not move. She did not budge an inch. She did not move an inch. ഒരു ഇഞ്ച് പോലും അവൾ നീങ്ങില്ല. പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. But she was looking at me. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. And smiling. I watched her until the signal box came in the way and then the jungle hit the station. കുറച്ച് കഴിഞ്ഞപ്പോൾ സിഗ്നൽ വന്നു, പിന്നെ ജംഗിളിലൂടെയുള്ള പ്രയാണമായി. ദി ജംഗിൾ ഹിറ്റ് ദി സ്റ്റേഷൻ. ബട്ട് I could still see her standing there alone. But using my mind's eye, I was able to see her standing alone on the railway station. Using my imagination, I could see her standing alone on the railway station. എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ ഇമാജിനേഷനിലൂടെ അവൾ ആ സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയും ഡെറാഡൂണിൽ ചെല്ലാൻ കുറേ സമയമുണ്ട്. രാവിലെ 7 മണിയെങ്കിലും ഒന്ന് ഉറങ്ങാനുള്ള സമയമുണ്ട്. എങ്കിലും ഈ 5 മണി കഴിഞ്ഞ് 5:10 കഴിഞ്ഞ് 5:15 I sat up awake for the rest of the journey. I could not rid my mind of the pictures of the girl's face and her dark smoldering eyes. But when I reached Dara, the incident became blurred and distant, for there were other things to occupy my mind. It was only when I was making the return journey 2 months later that I robbed the girl. I sat up awake for the rest of the journey. പിന്നെ ഡെറാഡൂണിൽ ചെല്ലുന്നവരെ എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. ബിക്കോസ് when I closed my eyes, I would see the radiant sad face of the girl. അവളുടെ തിളക്കമാർന്ന ദുഃഖസാന്ദ്രമായ മുഖം എൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിൽ തെളിഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ എങ്ങനെ ഉറങ്ങും? എന്തോ I was affected. I was really affected. There is no escape from her. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല. ഇറ്റ് വാസ് എ കേസ് ഓഫ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ? പ്രഥമ ദൃഷ്ടിയാ തന്നെ എൻ്റെ ഉദിച്ച ഒരു കേസല്ലേ അത്. അധികമൊന്നും സംസാരിച്ചില്ല. ബാസ്ക്കറ്റിൻ്റെ കാര്യം മാത്രം സംസാരിച്ചു. അവളുടെ ആ നിർബന്ധം മൂലം ഒരു ബാസ്ക്കറ്റ് 1 രൂപ കൊടുത്ത് വാങ്ങി. അതിവിടെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിപ്പുണ്ട്. അതിന് ചിലപ്പോൾ എടുത്ത് കളഞ്ഞാലായി. അവളെ പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. I sat up awake for the rest of the journey. I could not rid my mind of the picture of the girl's face. However much I tried, I could not avoid or rid or destroy the picture of the girl's face from my mind. എൻ്റെ മനസ്സിൽ നിന്ന് അവളുടെ മുഖം എടുത്തു മാറ്റാൻ, നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗേൾസ് ഫേസ് ആൻഡ് ദി ഡാർക്ക് സ്മോൾഡറിങ് ഫയർസ്, ബേണിങ് ഐസ്, അവളുടെ തിളങ്ങുന്ന കത്തിക്കാളുന്ന കണ്ണുകൾ എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. But when I reached Dara, the incident became blurred and distant, for there were other things to occupy my mind. പക്ഷേ ഡെറാഡൂണിൽ എന്നെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കാര്യങ്ങളായി, മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പിന്നെ അവിടെയുള്ള കൂട്ടുകാരുടെ കാര്യങ്ങളായി. ഞാൻ എന്തോ ആ പെൺകുട്ടിയുടെ കാര്യം അങ്ങ് മറന്നു. ഷീ ലെഫ്റ്റ് മൈ മൈൻഡ്. ദി മെമ്മറി ഓഫ് ഹെർ ലെഫ്റ്റ് മൈ മൈൻഡ് ബിക്കോസ് മൈ മൈൻഡ് വാസ് ഓക്യുപ്പൈഡ് ഇൻ അതർ തിങ്സ്. മറ്റ് കാര്യങ്ങൾ മുഴുകിയതുകൊണ്ട് I was able to forget her. മറന്നു. നാച്ചുറലി I forgot her. It was only when I was making the return journey 2 months later that I robbed the girl. 2 മാസങ്ങൾക്ക് ശേഷം ജൂലൈ മാസത്തിൻ്റെ അവസാനം ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നത്. ഡൽഹിയിലേക്കുള്ള യാത്രയും രാത്രിയിലാണ് ഡിയോളി വഴി പോകുന്നത്, ട്രെയിൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് യാത്ര. അപ്പോൾ അങ്ങനെ മടങ്ങാൻ നേരത്ത് പെട്ടെന്ന് അവളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ കടന്നു വന്നു. So I remembered the girl. I was looking out for her on the train. I was looking out for her as the train drew into the station, and I felt an unexpected thrill when I saw her walking up the platform. I sprang off the footboard and waved to her. What happened?
I was looking out for her on the train. As the train drew into the station, I felt an unexpected thrill when I saw her walking up the platform. ഞാൻ അവളെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ട്രെയിനിൽ വിൻഡോയ്ക്ക് അടുത്തുള്ള സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഐ വാസ് ലുക്കിംഗ് ഔട്ട് ഫോർ ഹർ ഓൺ ദ ട്രെയിൻ ആസ് ദ ട്രെയിൻ ഡ്രീ ഇൻ ടു ദി സ്റ്റേഷൻ ആൻഡ് ഐ ഫെൽറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ത്രിൽ. സഡൻലി ആൻ അൺആൻറ്റിസിപ്പേറ്റഡ് ഒരു അൺഎക്സ്പെക്റ്റഡ് ത്രിൽ കെയിം ടു മൈ മൈൻഡ്. ഒരു വല്ലാത്തൊരു ത്രിൽ എൻ്റെ മനസ്സിലുണ്ടായി. എപ്പോഴാണ്? വെൻ ഐ സാ അൺഎക്സ്പെക്റ്റഡ്ലി ഹെർ, വെൻ ഐ സാ ഹെർ വാക്കിംഗ് അപ്പ് ദി പ്ലാറ്റ്ഫോം. അവൾ ബാസ്ക്കറ്റ്സുമായി പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നടന്നു വരുന്നുണ്ടപ്പോൾ വല്ലാത്ത ത്രില്ലായി. Suddenly I sprang up, ചാടി എഴുന്നേറ്റു, and I jumped to the footboard and waved to her. Hey, hey, hey. I waved my hands. എൻ്റെ കൈകൾ ഞാൻ വീശി. ഒരു വല്ലാത്ത സന്തോഷം എൻ്റെ മനസ്സിൽ. ഇത് ദൈവേച്ഛയാണോ അവളെ ഈ രാത്രിയിൽ കണ്ടുമുട്ടിയത്, മടങ്ങി വരുന്നുള്ള ഈ യാത്രയിൽ അവളെ കണ്ടുമുട്ടിയത്? സോ ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് തിങ്, ആൻ അൺഎക്സ്പ്ലെയിൻഡ് തിങ്. ഒരിക്കലും വിശദീകരിക്കാനാവാത്ത സംഭവമാണല്ലോ. ഐ സ്പ്രാങ് ഓഫ് ദി ഫുട്ബോർഡ് and waved to her. When she saw me, she smiled. She was pleased that I remembered her, and I was pleased that she remembered me, and it was almost like the meeting of old friends. When she saw me, when the girl saw me, അവൾക്കും ആകെ വിസ്മയമായിരുന്നു. When she saw me, she smiled. She smiled at me. And she was pleased that I remembered her. ഞാൻ അവളെ ഓർമ്മിച്ചിരുന്നല്ലോ. അവൾക്ക് വളരെ സന്തോഷമായി. She was very happy that she was very pleased that I remembered her. I was pleased that she had remembered me. അവൾ എന്നെ ഓർത്തല്ലോ. ഞാൻ വീശിയപ്പോഴത്തേക്ക് അവൾക്ക് എന്നെ മനസ്സിലായല്ലോ. എനിക്ക് സന്തോഷമായി. It was almost like a meeting of old friends. പഴയ കൂട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയ ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. വി വെർ എക്സ്ട്രീംലി ഹാപ്പി, വി വെർ ഇലേറ്റഡ്. ഇപ്പം ഇപ്രാവശ്യം എന്തെങ്കിലും അവളോട് എനിക്ക് സംസാരിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുട്ടിടിച്ച് നിന്നാൽ പറ്റത്തില്ല. ഐ ഹാവ് ടു സ്പീക്ക് സംതിങ് ടു ഹെർ. എന്തോ ഒരു മുജ്ജന്മ ബന്ധം ഞങ്ങളുണ്ട്. ഐ ഹാവ് ടു സ്പീക്ക് ടു ഹെർ. ഞാൻ സംസാരിക്കും. She did not go down to the length of the train selling baskets, but she came to the tea stall. Her dark eyes were suddenly filled with delight. We said nothing for some time, but we couldn't have been more eloquent. She did not go down to the length of the train selling baskets. അവൾ ബാസ്ക്കറ്റ്സ് വിൽക്കാനായിട്ട് കമ്പാർട്ട്മെൻറ്റുകളോറും അലയാൻ പോയില്ല. ബട്ട് കെയിം ഡൗൺ ടു ദി ടീ സ്റ്റോൾ. അവൾ 2 മാസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടുമുട്ടിയ ടീ സ്റ്റോളിൻ്റെ അടുത്തേക്ക് അവൾ വന്നു. Her dark eyes were suddenly filled with light. അവളുടെ ഇരുണ്ട കണ്ണുകളിൽ, ദുഃഖസാന്ദ്രമായ കണ്ണുകളിൽ പെട്ടെന്ന് പ്രകാശം വരുന്നു. We said nothing for some time. ഞങ്ങൾ പരസ്പരം നോക്കിയതുള്ളൂ കുറേ നേരത്തേക്ക്. We said nothing for some time, but we couldn't have been more eloquent. പക്ഷേ our very silence was eloquent. ഞങ്ങളുടെ മൗനം എന്ന് പറഞ്ഞാൽ വാചാലമായിരുന്നു. വി കുഡിൻറ്റ് ഹാവ് ബീൻ മോർ എലോക്വൻ്റ് ദാൻ ദിസ്. ഇതിനേക്കാൾ ഞങ്ങൾക്ക് വാചാലമാകാൻ കഴിഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു, അന്യോന്യം നോക്കി നിന്നു ഞങ്ങൾ പരസ്പരം. I felt the impulse to put her on the train there and then and take her away with me. I could not bear the thought of having to watch her recede into the distance of Deoli station. I took the baskets from her hand and put them down on the ground. She put out her hand for one of them, but I caught her hand and held it. I felt the impulse. Suddenly I felt the thought that I felt the impulse to put her on the train there and then. ഇപ്പം തന്നെ straight away I had to take her away with me. അവളെ ഞാൻ കൊണ്ടുപോവുകയാണ്, ഡൽഹി കൊണ്ടുപോവാണ് ഞാൻ. എന്നോടൊപ്പം അവളെ ഞാൻ താമസിപ്പിക്കും. യെസ്, ഐ വിൽ മാരി ഹെർ. അവളെ ഇനി കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഐ വിൽ സെർട്ടൻലി മാരി ഹെർ. ഐ വിൽ ഗിവ് ഹെർ എ ലൈഫ്. ഐ വിൽ സെർട്ടൻലി ഗിവ് ഹെർ എ ലൈഫ്. ഞാനൊരു ജീവിതം അവൾക്ക് സമ്മാനിക്കും. ഐ വിൽ പ്രസൻറ്റ് ഹെർ എ ലൈഫ്. I felt the impulse to put her on the train there and then and take her away with me. I couldn't bear the thought of
having to watch her recede into the distance of Deoli station. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ അങ്ങനെ ഡിയോളി സ്റ്റേഷനിൽ നിന്നിലേക്ക് അവളിങ്ങനെ അലിഞ്ഞില്ലാകുന്ന കാഴ്ച, ആ അകലേക്ക് നോക്കത്താ ദൂരത്തേക്ക് ഇങ്ങനെ അലിഞ്ഞില്ലാതാകുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിക്കില്ല, എനിക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. സോ ഐ ടുക്ക് എ ഡിസിഷൻ, ഐ വിൽ ടേക്ക് ഹർ അവേ, സ്ട്രെയിറ്റ് അവേ, ഞാൻ അവളെ കൊണ്ടുപോകും. ഐ കുഡൻറ്റ് ബെയർ ദി തോട്ട് ഓഫ് ഹാവിങ് ടു വാച്ച് ഹർ റിസീഡ് ഇൻ ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഡിയോളി സ്റ്റേഷൻ. I took the basket from her hands. The baskets എല്ലാം ഞാൻ എടുത്ത് താഴെ വെച്ചു, and put them down on the ground. She put out her hand for one of them, ഒരു ബാസ്ക്കറ്റ് എടുക്കാനായിട്ട്. It may be for presenting to me, it may be for giving as a gift to me. എനിക്ക് സമ്മാനമായി തരാനായിരിക്കും. ഒരു ബാസ്ക്കറ്റ് എടുക്കാനായിട്ട് അവൾ കൈ നീട്ടിയപ്പോൾ I caught her hands, ഞാൻ ധൈര്യസമേതം അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു, and held it. I have to go to Delhi. ഞാൻ ഡൽഹിയിലേക്ക് പോവാം, എനിക്ക് ഡൽഹിയിലേക്ക് പോകണം. I said. She nodded. I don't have to go anywhere. എനിക്കെങ്ങും പോകാനില്ലല്ലോ. I don't have to go anywhere. എനിക്കെങ്ങും പോകാനില്ല. I don't have to go anywhere. The guard blew the whistle for the train to leave, and how I hated the God for doing that. ഈ നിർണായകമായ മുഹൂർത്തത്തിൽ ഒന്നും പറഞ്ഞില്ല, പോരുന്നു എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് എന്ന് ചോദിക്കുന്ന ഈ സമയത്താണ് ഗോഡ് വിസിൽ ഊതിയത്. ദി ഗോഡ് ബ്ലൂ ഹിസ് വിസിൽ ഫോർ ദി ട്രെയിൻ ടു ലീവ്, ആൻഡ് ഹൗ ഐ ഹേറ്റഡ് ദി ഗോഡ് ഫോർ ഡൂയിങ് ദാറ്റ്. എനിക്ക് അയാളെ കൊന്ന് തിന്നാനുള്ള മനസ്സ് തോന്നി ഗോഡിനെ. ഭയങ്കരമായ വെറുപ്പെനിക്കുണ്ടായി ഈ സമയത്ത് തന്നെ വിസിൽ ഊതിയതിൽ. എനിക്കെന്തോ കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഐ വിൽ കം അഗൈൻ, ഞാൻ വീണ്ടും വരും, ഉറപ്പാ. യു ക്യാൻ ബിലീവ് മീ, യു ക്യാൻ ട്രസ്റ്റ് മീ, ഐ വിൽ കം അഗൈൻ. ഞാൻ വരും, അടുത്ത വെക്കേഷൻ ഞാൻ വരുമ്പോൾ യു മസ്റ്റ് ബി ഹിയർ. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുപോകും. യെസ്, ഐ വിൽ കം അഗൈൻ, ഐ സെഡ്. വിൽ യു ബി ഹിയർ? ഇവിടെ ഉണ്ടാവുമോ? അടുത്ത സമ്മർ വെക്കേഷന് മെയ് മാസം ഞാൻ വരുമ്പോൾ വിൽ യു ബി ഹിയർ? ഇവിടെ ഉണ്ടാവുമോ? പറ, എന്തെങ്കിലും പറ. I will come and I will search for you. Will you be here? ഇവിടെ ഉണ്ടാവും. She nodded again. Yes. And she nodded. The bell clanged. And the train slid forward. Train മെല്ലെ നീങ്ങാൻ തുടങ്ങി. I had to wrench my hand away from her, the girl. പെൺകുട്ടി ഇപ്പോൾ എൻ്റെ കൈ മുറുകെ പിടിച്ചിരിക്കുക. I had to wrench, I had to exert force to leave my hands, to bring back my hand. എൻ്റെ കൈ വലിച്ചെടുക്കേണ്ടി വന്നു. അവിടെ പിടിവിടുന്നില്ല. She was catching hold of me. She was catching hold of my hand. It was using strength that I could relieve my hand. I could wrench my hand. So with great difficulty that I relieved my hand from her clutches. Yes. What happened? അവള് വിടാൻ മനസ്സില്ല, അവൾക്ക് കൂടെ പോകണമെന്നുണ്ട്. പക്ഷെ വിളിച്ചാലല്ലേ പോകാൻ പറ്റൂ. ബട്ട് he didn't dare to. എന്തോ സാധിച്ചില്ല, ധൈര്യപ്പെട്ടില്ല. പറഞ്ഞു, I will come again, ഞാൻ വരും. Will you be here? അടുത്ത മെയ് മാസം, അടുത്ത വർഷം മെയ് മാസം ഞാൻ വരും. അപ്പോൾ ഇവിടെ കാണണം, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോകും. She nodded again and she nodded to the bell clanging and the train slid forward. The train moved forward. I had to wrench my hand away from the girl and ran for the moving train. I had to run fast to catch the moving train. This time I did not forget her. ആ സ്പർശം ഒരു ഇലക്ട്രിക് സ്പർശം പോലെ എൻ്റെ മനസ്സിൽ നിന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവളെ കണ്ടു, മുത്തശ്ശിയുടെ വീട്ടിൽ പോയി കൂട്ടുകാരെ മുത്തശ്ശിയായിട്ടൊക്കെ സഹകരിച്ച് ഞാൻ അവളെ മറന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് മറക്കാൻ സാധിച്ചില്ല. I did not forget her. She was with me for the remainder of the journey and for the long time after. And all that year she was a bright living being. And when the college time finished, I packed in haste and left for Dehradun.
I packed my things and left for Dera earlier than usual. What happened? This time I did not forget her. I was not able to forget her this time. ഇപ്രാവശ്യം എനിക്ക് മറക്കാൻ സാധിച്ചില്ല. She was with me for the remainder of the journey. ആ ഡൽഹി ചെല്ലുന്നതുവരെ എൻ്റെ മനസ്സ് നിറയെ അവൾ മാത്രമായിരുന്നു, വേറൊന്നുമില്ല. കോളേജ് ക്യാമ്പസോ വിഷയങ്ങളോ ഒന്നും എൻ്റെ മുത്തശ്ശിയോ എൻ്റെ മദറോ എൻ്റെ ഫാദറോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. She was with me for the remainder of the journey, and for long after. She also remained with my mind long after. There was not a single day passed without remembering her. അവളെ ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ആ ഒരു വർഷക്കാലവും എല്ലാ ദിവസവും പല പ്രാവശ്യം ഞാൻ അവളെ ഓർമ്മിക്കുമായിരുന്നു. Her face remained reflected in my mind. കണ്ണാടിയിൽ തെളിഞ്ഞു നിൽക്കുന്നതുപോലെ അവളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. Yes, all that year she was a bright living being. ആ വർഷം മുഴുവനും അവൾ ജീവനുള്ള ഒന്നായി എന്നോടൊപ്പം എൻ്റെ മനസ്സിൽ അവൾ ജീവനുള്ള ഒന്നായി ഉണ്ടായിരുന്നു. And when the college time finished, terminal examination കഴിഞ്ഞു, college time finished, vacation came, summer vacation came. I packed in haste. I packed hurriedly. ധൃതി പിടിച്ച് ഞാൻ പാക്ക് ചെയ്തു. I left for Dera earlier than usual. 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വെക്കേഷൻ തുടങ്ങിയാൽ 2 ദിവസം അവിടെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ടായിരുന്നു ഡെറാഡൂണിലേക്ക് ഞാൻ വരുന്നത്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ വെക്കേഷൻ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ ഡെറാഡൂണിലേക്ക് ഞാൻ പുറപ്പെട്ടു. നൈറ്റ് ട്രെയിൻ. I would be pleased that my eagerness to see her. I was very nervous and anxious as the train drew into Deoli, because if I see the girl, what should I say to the girl? And what would I do? I was determined that I wouldn't stand helplessly before her, hardly able to speak or do anything about my feelings. The train came at Deoli and I looked up and down the platform, and I couldn't see the girl anywhere. What happened? ഇപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ഇത്രയും പെട്ടെന്ന് വരുമ്പോൾ മുത്തശ്ശി ആയിരിക്കും എന്ത് ഈഗർനെസ്സാണ് മുത്തശ്ശി കാണാൻ. അപ്പോൾ ഞാൻ സാധാരണ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു വെക്കേഷൻ കഴിഞ്ഞാലും പുറപ്പെടുന്നത്. ഇപ്പം പിറ്റേന്ന് തന്നെ തിരിക്കുമ്പോൾ മൈ ഗ്രാൻഡ് മദർ വുഡ് ബി പ്ലീസ്ഡ് അറ്റ് മൈ ഈഗർനെസ് ടു സീ ഹർ. മുത്തശ്ശി അവരെ കാണാനുള്ള എൻ്റെ ആകാംക്ഷ കണ്ടിട്ട് വളരെ സന്തോഷിക്കും, എനിക്ക് ഉറപ്പാണത്. ഐ വാസ് നെർവസ് ആൻഡ് ആങ്ഷ്യസ്. എന്തോ ഇപ്പോൾ പഴയതുപോലല്ലേ, വല്ലാത്ത ഒരു ആങ്സൈറ്റി, വല്ലാത്ത ഒരു പരിഭ്രമം. ആസ് ദി ട്രെയിൻ ഡ്രൂ ഇൻ ടു ഡിയോളി. ഡിയോളിയിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും വല്ലാത്ത പരിഭ്രമം, നെഞ്ചിന് വല്ലാത്ത ഭാരം, ഒരു വല്ലാത്ത പരിഭ്രമം, വല്ലാത്ത ഒരു ആങ്സൈറ്റി ആദ്യം ഉണ്ടാകും. ബിക്കോസ് പെൺകുട്ടി അവിടെ ഉറപ്പായിട്ടും കാണും. വാട്ട് ഷുഡ് ഐ സേ ടു ഹർ? അവളെ വിളിച്ചുകൊണ്ട് പോകട്ടോ? മുത്തശ്ശി എന്തു പറയാം? അവളുടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാകുമോ? വാട്ട് ഷുഡ് ഐ സേ ടു ദി ഗേൾ? ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? പെൺകുട്ടി അവിടെ കണ്ടാൽ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? I was determined that I wouldn't stand helplessly before her. മുൻപത്തെ പോലെ ഞാൻ ഹെൽപ്ലെസ് ആയി എന്തായാലും അവളുടെ മുമ്പിൽ നിൽക്കത്തില്ല. ഹാർഡ്ലി ഏബിൾ ടു സ്പീക്ക് ഓർ ഡു എനിത്തിങ് അബൌട്ട് മൈ ഫീലിങ്സ്. എൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ഒന്നും ചെയ്യാതെ, അവളുടെ കയ്യിൽ പോലും ഒരു കിസ് കൊടുക്കാതെ, പിന്നെ ഹെൽപ്ലെസ്സായി എന്തായാലും ഒന്നും സംസാരിക്കാൻ, വികാരനിർഭരമായിട്ട് ഒന്നും സംസാരിക്കാനാകാതെ, ലവ് പോലും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ ഞാൻ നിൽക്കില്ല ഇപ്രാവശ്യം എന്തായാലും. I was determined I wouldn't stand helplessly before her and hardly able to speak or do anything about my feelings. The train came at Deoli and I looked up and down the platform. പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും നോക്കി ഞാൻ ഓടി വന്നു. അയ്യോ, എവിടെ? വെരി ഷീ? കാണുന്നില്ലല്ലോ അവളെ, പ്ലാറ്റ്ഫോമിൽ കാണുന്നില്ലല്ലോ. എവിടെ നിൽക്കുന്നു? ഇനി എന്നെ കളിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ചായപ്പീടിയോടെ മറിഞ്ഞിരിക്കുകയാണോ? കാണുന്നില്ല. 10 മിനിറ്റേ ഉള്ള സമയം. ദ ട്രെയിൻ കെയിം ടു ഡിയോളി ആൻഡ് ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദി പ്ലാറ്റ്ഫോം ആൻഡ് ഐ കുഡന്റ് സീ ദി ഗേൾ എനിവേർ. ആ പെൺകുട്ടി അവിടെയെങ്കിലും കണ്ടില്ല. എവിടെയാ കുട്ടി? എവിടെ നിൽക്കുന്നു? അവിടെ എന്നെ മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. കാണട്ടെ, ആദ്യം ഞാൻ അവൾക്ക് ഒരു കിഴുക്ക് വെച്ച് കൊടുക്കണം. നോക്കിയോ, അതാ ചെയ്യാൻ പോകുന്നത്. I opened the door, train door, and stepped over the footboard. ഫുട്ബോർഡിലേക്ക് ചാടി ഇറങ്ങി. I was deeply disappointed. എവിടെ? എനിക്ക് വാക്ക് തന്നല്ലേ ഇവിടെ കാണാം. എന്നോട് വാക്ക് പറഞ്ഞതല്ലേ ഇവിടെ ഉണ്ടാകുമെന്ന്. ഞാൻ ഉറപ്പുകൊടുത്തതല്ലേ ഞാൻ വരുമെന്ന്. I was deeply disappointed. And I was overcome by a sense of foreboding. ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല അസുഖമോ അല്ലെങ്കിൽ അവളുടെ
വിവാഹം? നോ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. എന്നാലും മനസ്സിലൊരു ഭയം ഉണ്ടായി. ഐ വാസ് ഓവർകം ബൈ എ സെൻസ് ഓഫ് ഫോർ ബോഡി. I felt I had to do something and I ran up to the station master. എന്തെങ്കിലും ചെയ്തേ മതിയാവും, അന്വേഷിക്കണം. വെറുതെ ഇവിടെ നിന്ന് സമയം പോക്കി ട്രെയിനിൽ ഓടി കയറിയോണ്ട് കാര്യമില്ല. I had to do something. So I ran up to the station master and said, do you know Geldi who used to sell baskets here? Sir, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ബാസ്ക്കറ്റുകളൊക്കെ വിൽക്കുന്ന, ചോറിൽ ബാസ്ക്കറ്റ്സ് പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ സാർ, അവളെക്കുറിച്ച് അറിയാമോ? നോ, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നോ, ഐ ഡോണ്ട്, സെഡ് ദി സ്റ്റേഷൻ മാസ്റ്റർ. ആൻഡ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് ഓൺ ദി ട്രെയിൻ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. പയ്യൻ, നീ എളുപ്പം പോയി ട്രെയിനിൽ കയറാൻ നോക്ക്, അല്ലെങ്കിൽ ട്രെയിൻ അങ്ങ് പോകും. നീ ഇവിടെ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു. ട്രെയിൻ കയറി. നീ പെണ്ണിനെ അന്വേഷിച്ച് കിടക്കുന്നു. ഏത് പെണ്ണ്? എനിക്കറിയില്ല ആര്. ആൻഡ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് ഓൺ ദി ട്രെയിൻ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. But I paced up and down the platform and stayed over the railings at the railway yard, station yard. All I was able to see was a mango tree and a dusty road leading into the jungle. Where did the road go? The train was moving out of the station. I had to run up to the platform and jump for the door of my compartment. Then, as the train gathered speed and rushed through the forest, I sat brooding in front of the door. But I paced up and down. Paced means walked. I walked up and down to and fro the platform and stayed over the railings of the station yard. ആ സ്റ്റേഷൻ മുറ്റത്ത് കേട്ടിരിക്കുന്ന വേലിയുടെ അപ്പുറത്തേക്ക് ഞാൻ നോക്കി. All I saw was a mango tree. All I could see was a mango tree and a dusty road leading to the jungle. എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു വലിയൊരു മാവും അതിന് സമീപത്തൂടെ ഒരു ചെമ്മൺ പാതയും. ആ ചെമ്മൺ പാത വനപ്രദേശത്തിലേക്കാണ് പോകുന്നത്. വേർ ഡിഡ് ദി റോഡ് ഗോ? ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പക്ഷേ അവളുടെ വാസസ്ഥലത്തേക്കാണ്. ഞാനിവിടെ ഇറങ്ങട്ടോ? വേണ്ട, ഈ രാത്രിയിൽ ഇറങ്ങിയാൽ ശരിയാകത്തില്ല. വേർ ഡിഡ് ദി റോഡ് ഗോ? The train was moving out of the station. Then suddenly I found that the train was moving out of the station. Train ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നു. And I had to jump for the door of my compartment. I had to run and jump for the door of my compartment. ചാടി കയറേണ്ടി വന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക്. Then as the train gathered speed and rushed through the forest, I sat brooding in front of the door. വാതിലിനടുത്ത് തന്നെ, അതിൻ്റെ ഡോറിനടുത്ത് നിലത്തേനിരുന്നു. Brooding, thinking over the girl and thinking over what has happened to the girl. അവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിരുന്നു. So what a fate it had been. എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴേ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. കഴിഞ്ഞില്ല, സാധിച്ചില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഇനി കല്യാണം? നോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലത്. നാളെ ഇവിടെ നിന്ന് അന്വേഷിക്കുന്നു. വേണ്ട, അന്വേഷിക്കണ്ട, അതാണ് നല്ലത്. If any untoward things happened, I couldn't bear that. What I could do about finding the girl I had only seen twice, who had hardly spoken to me and about whom I knew nothing, absolutely nothing, but for whom I felt a tenderness and responsibility I had never felt before. My grandmother was not pleased with my visit after all, because I didn't stay at her place more than a couple of weeks. I felt restless and ill at ease. So I took the train back to the plains, meaning to ask further questions of the station master at Deoli. What I could do about finding the girl I had only seen twice. ഞാൻ ആകെ 2 പ്രാവശ്യം മാത്രം. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് ഡെറാഡൂണിലേക്ക് വരുമ്പോൾ രാവിലെ 5 മണിക്ക്, തിരിച്ചു പോകുമ്പോൾ രാത്രിയിൽ. 2 പ്രാവശ്യമാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത്. ആൻഡ് ഹു ഹാഡ് ഹാഡ്ലി സ്പോക്കൺ ടു മീ. ബാസ്ക്കറ്റ് വിൽക്കുന്ന കാര്യം ആദ്യം സംസാരിച്ചു. പിന്നീട് തിരിച്ചു പോയപ്പോൾ
അവൾ അധികം ഒന്നും സംസാരിച്ചില്ല. എനിക്ക് പോകാനെങ്ങുമില്ലല്ലോ, ഐ ഹാഡ് നോവെയർ ടു ഗോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഹു ഹാഡ് ഹാഡ്ലി സ്പോക്കൺ ടു മീ ആൻഡ് എബൌട്ട് ഹും ഐ ന്യൂ നത്തിങ്. എനിക്ക് അവളെക്കുറിച്ചൊന്നും അവളെക്കുറിച്ചുള്ള പേര് പോലും എനിക്കറിയില്ല. അബ്സല്യൂട്ട്ലി നത്തിങ്. ഐ നോ നത്തിങ് അബൌട്ട് ഹെർ. ബട്ട് ഫോർ ഹും ഐ ഫെൽറ്റ് എ ടെൻഡർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഐ ഹാഡ് നെവർ ഫെൽറ്റ് ബിഫോർ. പക്ഷെ ഒന്ന് മറ്റൊരാളോട് ഇതുവരെ തോന്നാത്ത ഒരു സ്നേഹവായ്പ്, ടെൻഡർനെസ്, സ്നേഹവായ്പ്, റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം എനിക്ക് അവളോട് തോന്നി എന്നുള്ളത് സത്യമാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഐ ഫെൽറ്റ് എ ടെൻഡർനെസ് ആൻഡ് എ റെസ്പോൺസിബിലിറ്റി വിത്ത് ഹും ഐ ഹാഡ് നെവർ ഫെൽറ്റ് ബിഫോർ. ഇതുവരെ എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. My grandmother was not pleased with my visit after all because I didn't stay at her place for more than a couple of weeks. എൻ്റെ മുത്തശ്ശിക്ക് ഇപ്രാവശ്യത്തെ എൻ്റെ യാത്ര ഇഷ്ടമായില്ല. കാരണം 2 മാസം ആയാലും, ജൂലൈ അവസാനമായാലും, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ക്ലാസ് തുടങ്ങുകയാണ്, ജൂലൈ അവസാനമായാലും പോകാൻ മനസ്സ് വയ്ക്കാത്ത ഞാനിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിപ്പം പോവുകയാണെന്ന് പറഞ്ഞു. മുത്തശ്ശി അവിടെ കോളേജിൽ ഇതിപ്പം എനിക്ക് ഫൈനൽ ഇയർ അല്ലേ, ഒരുപാട് പ്രോജക്റ്റ് വർക്കും മറ്റും ചെയ്യാനുണ്ട്, എനിക്ക് പോയേ മതിയാകും. പിന്നെ നീ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാണ് പോകാനായിട്ട് വന്നിരിക്കുന്നത്? നീ ഇത്രയും ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. ഇവിടെ വയസ്സുകാലത്ത് എനിക്കൊരു ആശ്രയം, എനിക്കൊരു സന്തോഷം എന്ന് പറയാൻ നിങ്ങളെ കാണുന്നതല്ലേ കുഞ്ഞുങ്ങളെ. അങ്ങനെ പോകാനാണെങ്കിൽ നീ വരണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട്. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? പൊയ്ക്കോ, ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, ആരും വരണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് അറ്റ് ഓൾ പ്ലീസ്ഡ് മൈ വിസിറ്റ് ആഫ്റ്റർ ഓൾ ബിക്കോസ് ഐ ഡിഡൻറ്റ് സ്റ്റേ അറ്റ് ഹെർ പ്ലേസ് ഫോർ മോർ ദാൻ എ കപ്പിൾ ഓഫ് വീക്സ്. 2 ആഴ്ചക്കുള്ളിൽ നിന്നില്ല. ഐ ഫെൽറ്റ് റെസ്റ്റ്ലെസ് ആൻഡ് ഇൽ അറ്റ് ഈസ്. ആകെ ഒരു അസ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല, ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. എപ്പോഴും അവളുടെ മുഖം മാത്രം, അവളുടെ ദൈന്യതയാർന്ന മുഖം മാത്രം മനസ്സ് നിറഞ്ഞിരിക്കുന്നു. വല്ലാത്തൊരു ഫേറ്റ് തന്നെ, ദിസ് ലവ് സിക്നെസ്. സോ ഐ വാസ് ഇൽ അറ്റ് ഈസ്, ഐ വാസ് റെസ്റ്റ്ലെസ്. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എന്താ ചെക്ക നിനക്ക് പറ്റിയത്? ആഹാരം കഴിക്കുന്നില്ല, കുളിയില്ല, ഉറക്കമില്ല. നീ എന്തോ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് പേടിച്ച് കഴിയുവാണോ? ഇല്ല മുത്തശ്ശി, ഞാൻ പോവാണ്. So I took the train back to the Delhi plains, meaning to ask further questions of the station master at Deoli. ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് അറിയാം അവളെ കണ്ടിട്ടുണ്ട്, അയാളെന്തോ ഒളിച്ചു വയ്ക്കുക, എന്തോ സംഭവങ്ങൾ ഒളിച്ചു, അയാളോട് കൂടുതൽ ചോദിക്കണം. ഞാൻ പോവാ, ഡിയോളി സ്റ്റേഷനിൽ ഇറങ്ങി ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ തീരുമാനത്തിൽ മടങ്ങി. But at Deoli there was a new station master. The previous man had been transferred to another post within the past week. The new man didn't know anything about the girl who sold the baskets. I found the owner of the tea stall, a small shriveled up man wearing greasy clothes, and asked him if he knew anything about the girl with the baskets. Yes, there was such a girl here. I remember quite well, but she has stopped coming. Why? What is the reason? What happened to her? How should I know? Said the man. She was nothing to me. She was nothing and nobody to me. അങ്ങനെ ആവേശത്തോടെ സ്റ്റേഷൻ മാസ്റ്റർ കാരണം അന്വേഷിക്കണമെന്നുള്ള ആവേശത്തോടെ വന്നപ്പോൾ ഡിയോളി there was a new station master. ഇയാൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി സ്റ്റേഷൻ മാസ്റ്ററുടെ ക്യാബിനിൽ ചെന്നപ്പോൾ he found a new station master. എന്താ കാര്യം? സർ, ഡു യു നോ എ ഗേൾ ഹു ഹാഡ് സോൾഡ് ബാസ്കറ്റ്സ്? പെൺകുട്ടി. വിച്ച് ഗേൾ? ഐ നോ നോബഡി. എനിക്കാരെ അറിയില്ല. ദ പ്രീവിയസ് മാൻ ഹാഡ് ബീൻ ട്രാൻസ്ഫേർഡ് ടു അനദർ പോസ്റ്റ്. അയാൾ പ്രൊമോഷൻ കിട്ടി ട്രാൻസ്ഫറായി പഴയ സ്റ്റേഷൻ മാസ്റ്റർ. വിത്തിൻ ദി പാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു സംഭവം ഇതെല്ലാം. ദ ന്യൂ മാൻ ഡിഡ് നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദി ഗേൾ ഹൂ സോൾഡ് ബാസ്കറ്റ്സ്. പുതിയ സ്റ്റേഷൻ മാസ്റ്റർക്ക് ആ പഴയ കുട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല, ബാസ്കറ്റ്സ് വിറ്റാണെന്ന കുട്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. I found the owner of the ഓടി ടീ സ്റ്റാളിനടുത്തേക്കുന്നു. I found the owner of the tea stall, a small shriveled up man, a man who has a bent body, കൂനിക്കൂടിയ രൂപമുള്ള ഒരാൾ, wearing greasy clothes,
വെയറിങ് വെരി ഗ്രീസി ഷാബി ക്ലോസ്, എണ്ണമെഴുക്കുള്ള ഗ്രീസി ക്ലോസ് ധരിച്ചിരിക്കുന്നു. ആൻഡ് ആസ്ക്ഡ് ഹിം ഇഫ് യു നോ എനിത്തിങ് അബൌട്ട് ദി ഗേൾ വിത്ത് ദി ബാസ്ക്കറ്റ്സ്. ചേട്ടാ, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ബാസ്ക്കറ്റ്സ് ഒക്കെ വിറ്റ് കിടന്നത്, ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? ഇപ്പോൾ കാണുന്നില്ലല്ലോ. യെസ്, ദെർ വാസ് സച്ച് എ ഗേൾ ഹിയർ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. രാത്രിയിൽ ബാസ്ക്കറ്റ്സ് കിടക്കും, വെളുപ്പം കാലത്ത് അങ്ങ് പോവും. വെളുപ്പം കാലത്ത് 5 മണിയോ ട്രെയിൻ വന്ന് ആരെങ്കിലും ബാസ്ക്കറ്റ് വാങ്ങിയെങ്കിൽ അത് വിറ്റിട്ട് അവളങ്ങ് പോകുമായിരുന്നു. ഐ റിമെമ്പർ ക്വൈറ്റ് വെൽ, ബട്ട് ഷീ ഹാസ് സ്റ്റോപ്പ്ഡ് കമ്മിങ്. ഇപ്പോൾ കുറേ നാളായിട്ട്, ഏതാണ്ട് 5-6 മാസമായിട്ട് അവളെ കാണുന്നില്ല. വൈ? എന്താ കാര്യം? വാട്ട് ഹാസ് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻ ടു ഹെർ? എന്ത് പറ്റി അവൾക്ക്? എന്താ അവൾ വരാത്തത്? വാട്ട് ഹാപ്പൻ ടു ഹെർ? എന്താ പറ്റിയത് അവൾക്ക്? ആവശ്യമായിനോ? ഇതെന്തൊരു പാട്, ഇതെന്തെന്നെ ഇൻട്രോഗേറ്റ് ചോദ്യം ചെയ്യുകയെന്നോ? എനിക്കങ്ങനെ, ഞാൻ അവളുടെ വീട്ടിലല്ല താമസിക്കുന്നത്, അവൾ എൻ്റെ ആരുമല്ല. സെഡ് ദി മാൻ, ഷി വാസ് നത്തിങ് ടു മീ, ഷി വാസ് നോബഡി ടു മീ. അവൾ എൻ്റെ ആരുമല്ല, പിന്നെ എനിക്ക് അവളെക്കുറിച്ച് എങ്ങനെ അറിയാം? ഇയാളെ പാട്ട് നോക്കി പോടെ, ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാൻ നടക്കുന്നു. പെണ്ണുങ്ങളെ പേടി നടക്കുന്നു, നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. Once again I had to run for the train. This time also the train was moving. I had to run and jump to my platform. As Deoli platform receded, went back. As Deoli platform receded, I thought that one day I would have to break the journey there, spend a day in the town, make enquiries and find the girl who had stolen my heart with nothing but a look from her dark, impatient eyes. With this thought, I consoled myself throughout my last time in college. I went to Dara again in summer, and when in the early hours of the morning the night train drew into the Deoli station, I looked up and down the platform for signs of the girl, knowing I wouldn't find her, but hoping just the same. As Deoli platform receded, as Deoli platform went back, I decided that one day I would have to break the journey. ഞാനൊരു ദിവസം യാത്ര ഇവിടെ വെച്ച് മുടക്കും, ഇവിടെ ഞാൻ ഇറങ്ങും, ഡിയോളിയിൽ ഇങ്ങോട്ട് വരുമ്പോഴോ തിരിച്ചു പോകുമ്പോഴോ. ആൻഡ് സ്പെൻഡ് എ ഡേ ഇൻ ദി ടൗൺ ആൻഡ് മേക്ക് എൻക്വയറീസ് ആൻഡ് ഫൈൻഡ് ദി ഗേൾ who had stolen my heart with nothing but a look from her dark, impatient eyes. ഞാൻ പെൺകുട്ടിയെ കണ്ടെത്തും. അവളുടെ ഇരുണ്ട കണ്ണുകൾ കൊണ്ട്, ദൈന്യതയാർന്ന കണ്ണുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ കൊള്ളയടിച്ച പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തും. ഒരു ദിവസം ഞാൻ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കും, ഒരു പകൽ മുഴുക്കാൻ തിരയും ഞാൻ കണ്ടെത്തും. ഹി ഡിസൈഡഡ് സോ. നത്തിങ് ബട്ട് ഐ ലുക്ക് ഫ്രം ഹർ, ഷീ സ്റ്റോൾ മൈ ഹാർട്ട്. Nothing but I look from her dark, impatient eyes. With this thought, I consoled myself throughout my last time in college. With this thought, with this fresh thought in my mind, I consoled means comforted, as you speak, myself throughout my last time in college. I went to Dara again in summer. വീണ്ടും സമ്മർ സീസണായി, സമ്മർ വെക്കേഷനായി. I went to Dara again in summer, and when it was in the early hours of the morning, the night train drew into the Deoli station. Night train Deoli station, and my heart was throbbing fast. എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടി. ദൈവമേ, ഇപ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ സാധിക്കണം. ഇപ്രാവശ്യമെങ്കിലും ദൂരക്കാഴ്ചയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എനിക്ക്. I just want to see her. Oh God, please help me to see her. ഒന്ന് കാണാൻ സഹായിക്കണേ. The night train drew into the Deoli station. I looked up and down the platform for signs of the girl. ഞാൻ ആവേശപൂർവ്വം പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്തി വലിഞ്ഞു നോക്കി, അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി, പെൺകുട്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി. Knowing that I wouldn't find the girl. പക്ഷെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞിരുന്നു കാണാൻ കഴിയില്ല. Knowing that I wouldn't find her, but hoping just the same. But I hoped just the same. ഞാൻ പ്രതീക്ഷിച്ചു. I could see her. ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. Yes, somehow I couldn't myself to break my journey at Deoli and spend a day there.
If it was all fiction or cinema, I reflected I would have got down and cleaned up the mystery and reached a suitable ending for the whole thing. I think I was afraid to do this. I was afraid of discovering what really happened to the girl. Perhaps she was no longer in Deoli. Perhaps she was married. Perhaps she had fallen ill and no. Yes, somehow I couldn't myself to break the journey at Deoli. ഡിയോളയിൽ എനിക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. എൻ്റെ യാത്ര അവിടെ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. And I spent a day there. I couldn't spend a day at Deoli. If it was all in fiction or cinema or film, I reflected I would have got down and cleaned up my mystery and reached a suitable ending to the whole ending. സിനിമയായിരുന്നുവെങ്കിൽ അവിടെ ഇറങ്ങുമായിരുന്നു, അന്വേഷിച്ച് കണ്ടെത്തുമായിരുന്നു, ഒരുപക്ഷെ വിവാഹിതയായ അവളെ കാണുമായിരുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുമായിരുന്നു, മലേറിയ ഒന്ന് മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുമായിരുന്നു. പക്ഷേ ഇത് സിനിമയല്ല, ജീവിതമാണ്. അങ്ങനെയൊന്നും കേൾക്കാൻ, അങ്ങനെയൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തകർന്നു പോകും എൻ്റെ ഹൃദയം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും കേൾക്കാനിടയായാൽ മൈ ഹേർട്ട് വിൽ ബി ബ്രോക്കൺ. ഇല്ല, എനിക്കത് ഐ കുഡിൻ്റ് ബെയർ ദാറ്റ്, ഐ കുഡിൻ്റ് എൻഡ്യൂർ ദാറ്റ്. അത് സഹിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെയുള്ള വാർത്തയൊന്നും. സിനിമയിലും ഫിക്ഷനിലും ഒക്കെ പറ്റും. ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ കനോട്ട് ഡൂ സോ. എനിക്കതിന് കഴിയില്ല, ഒരു മനുഷ്യനല്ലേ ഞാൻ. ഐ തിങ്ക് ഐ ആം അഫ്രൈഡ് ടു ഡു ഇറ്റ്. എനിക്ക് കഴിയില്ല അതിന്. ഐ തിങ്ക് ഐ വാസ് അഫ്രൈഡ് ടു ഡു ദിസ്. ഐ വാസ് അഫ്രൈഡ് ഓഫ് ഡിസ്കവറിങ് വാട്ട് റിയലി ഹാപ്പൻ ടു ദി ഗേൾ. ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഭയമായിരുന്നു. എനിക്ക് കഴിഞ്ഞില്ല. ഇല്ലില്ല, അങ്ങനെയുള്ള വാർത്തകളൊന്നും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഐ എം എ മാൻ വിത്ത് എ ടെൻഡർ ഹേർട്ട്. തകർന്നു പോയി ഞാൻ. കഴിയില്ല എനിക്ക്. ബട്ട് പെർഹാപ്സ് ഷീ വാസ് നോ ലോങ്ങർ ഇൻ ഡിയോളി. ഡിയോളിയിലില്ല. പെർഹാപ്സ് ഷീ വാസ് മാരീഡ് ആൻഡ് ഷീ വാസ് ടേക്കൺ അവേ. വിവാഹിതയായി അവളെ വേറെ എങ്ങോട്ടെങ്കിലും കെട്ടിക്കൊണ്ട് പോയെങ്കിലോ? സഹിക്കാൻ പറ്റില്ല എനിക്ക്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. പെർഹാപ്സ് ഷീ ഹാഡ് ഫാളൻ ഇൽ ആൻഡ് ഒരുപക്ഷെ അസുഖം വന്ന് അവൾക്ക് നോ, അങ്ങനെയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. In the last few years I had passed through Deoli many times and I always looked out of the railway carriage window half expecting to see the same unchanged face smiling up at me. കുറേ വർഷങ്ങൾ ഞാനിങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഡൽഹി ഡെറാഡൂൺ ഡൽഹി ഷട്ടിൽ സർവീസ് വരെ ഞാൻ പോയി. In the last few years I had passed through Deoli many times and I always looked out of the carriage half expecting. I was half expecting to see the same unchanged face. അതേ മുഖം, അതേ ദൈന്യതയാർന്ന പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഞാൻ ദിയോളി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എല്ലാം പരന്നു. എൻ്റെ കണ്ണുകൾ അവിടെ ആ കമ്പാർട്ട്മെൻറ്റിൽ പുറത്തേക്ക് പോകും. ആ പ്ലാറ്റ്ഫോമിലൂടെ പരതി നടക്കുമായിരുന്നു. ആ പഴയ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. I wonder what happens in Deoli behind the station walls. എന്താ അവിടെ നടക്കുന്നത് behind the station walls? I will never break my journey looking out of the window. I will never break my journey there. ഒരു കാര്യം ഉറപ്പാണ്, I will never break my journey there. ഇവിടെ ഞാൻ യാത്ര അവസാനിപ്പിക്കില്ല, ഇവിടെ ഞാൻ ഇറങ്ങില്ല. അങ്ങനെ ഇറങ്ങിയാൽ ഞാൻ അന്വേഷണത്തെ if I make enquiries it will spoil my game. എൻ്റെ മനസ്സിലൊരു പ്രത്യാശയുടെ ദീപമുണ്ട്, അത് അണഞ്ഞു പോകും. ഒരു ഗെയിം പോലെയാണ്, അതിൻ്റെ രസത്തിലാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടെത്തും, അവളെ കാണുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആൾക്കാർ ലോട്ടറി എടുത്തിട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഞാൻ അവളെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ആ ഗെയിം സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും. ഐ മേ സ്പോയിൽ ദി ഗെയിം. ഐ പ്രിഫർ ഹോപ്പിംഗ് ആൻഡ് ഡ്രീമിംഗ് ആൻഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദി വിൻഡോ ആൻഡ് ഡൗൺ ദി പ്ലാറ്റ്ഫോം. എനിക്ക് വേണ്ടത് ഐ ലൈക്ക് ടു ബി ഹോപ്പിംഗ് ആൻഡ് ഡ്രീമിങ്. എനിക്കിങ്ങനെ ഓരോന്ന് പ്രത്യാശിക്കണം, സ്വപ്നം കാണണം. ലുക്കിംഗ് ഔട്ട് ഓഫ് ദി വിൻഡോ ആൻഡ് ദി ഡോർസ് ഓഫ് ദി പ്ലാറ്റ്ഫോം, വെയിറ്റിംഗ് ഫോർ ദി ഗേൾ വിത്ത് ബാസ്ക്കറ്റ്സ്.
വെയിറ്റിംഗ് ഫോർ മീ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ വിത്ത് ദി ബാസ്ക്കറ്റ്സുമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടി അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശയാണ് എനിക്കുള്ളത്. ഐ നെവർ ബ്രേക്ക് മൈ ജേണി അറ്റ് ഡിയോളി. ഞാൻ ഒരിക്കലും എൻ്റെ യാത്ര ഡിയോളിയിൽ അവസാനിപ്പിക്കില്ല. ഞാൻ അങ്ങനെ എൻ്റെ യാത്ര ഇനിയും തുടരും. ഹോപ്പിംഗ് ദാറ്റ് ഐ വിൽ സീ ഹെർ വൺസ്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, വയസ്സായതിന് ശേഷമായിരിക്കാം, അവൾ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരിക്കാം. യെസ്, ഞാൻ അവളെ കാണും. ഇത് റസ്കിൻ ബോണ്ടിൻ്റെ കഥയാണോ എന്നറിയത്തില്ല. ഈ റിമെയിൻസ് അൺമാരീഡ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അവിവാഹിതനാണ്. അദ്ദേഹം ഒരു അദ്ദേഹം തന്നെ ദത്തെടുത്ത ഒരു കുടുംബത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ മസൂറിയിൽ, മനോഹരമായ മസൂറിയിലാണ് താമസിക്കുന്നത്. എന്തായാലും മനോഹരമായ ഹൃദയസ്പർശിയായ ലവ് സ്റ്റോറിയാണ്. ഇത് നിങ്ങൾ പുസ്തകം ശ്രദ്ധിച്ച് നിങ്ങൾ ഉറക്കെ വായിക്കണം. ഇപ്പോൾ പുസ്തകത്തിൻ്റെ അഭാവമുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കെ ഫ്ലുവൻ്റായിട്ട് വായിക്കാൻ പറ്റില്ല. നിങ്ങളത് ഉറക്കെ വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് ഐ വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്.